സ്വിച്ച് വളരെ പക്കയാണ്. വലിയ റോക്കറ്റ് സയൻസിന്റെ കേസൊന്നും ഇല്ല. ഇതിൽ വോളിയം സ്വിച്ചിൽ ചെറിയൊരു പണി അവർ തന്നിട്ടുണ്ട്. ഇതിന്റെ പവർ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. ഹലോ, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ മൊബൈലിന്റെ ഡിസ്പ്ലേ മാറ്റുന്നതായിട്ട്. ആ ഫോൺ കുറെ നാളായി ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അതിന്റെ ഡിസ്പ്ലേ നമ്മൾ മാറ്റിയത്. ഡിസ്പ്ലേ ഒക്കെ ഓക്കെ ആയി. പക്ഷെ അതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് തന്നെ ഓൺ ആവുക, അതേപോലെ ഓഫ് ആവുക, ഒരു വൈബ്രേഷനോടുകൂടി ഓഫ് ആവുക. അതിന്റെ ലോഗോ ഇങ്ങനെ വരും, അതുപോലെ ഓഫ് ആവും. അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കൂല. പിന്നെ ഒരു 5 മിനിറ്റ് സ്റ്റേബിൾ ആയിട്ട് നിന്നാൽ തന്നെ അതിന്റെ വോളിയം തന്നെ കൂടുക. അപ്പോൾ ഞാൻ അത് ചെക്ക് ചെയ്തപ്പോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പവർ സ്വിച്ച് കുറെ നാളായി ഉപയോഗിക്കാത്തതുകൊണ്ട് അത് ജാം ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കംപ്ലൈന്റ് വരുന്നത്. അതുപോലെ വോളിയം കൂടുന്നത് വോളിയം സ്വിച്ച് ജാം ആയതുകൊണ്ടും. ഈ 2 കംപ്ലൈന്റ് ആയിരുന്നു ഇതിന് നിലവിലുള്ളായിരുന്നത്. അപ്പൊ നമ്മൾ ഓർത്തോ ആ കംപ്ലൈന്റ് കൂടെ ഒന്ന് നമുക്ക് തീർത്തേക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന്റെ വോളിയം സ്വിച്ചുകളും പവർ സ്വിച്ചുകളും മാറ്റുന്ന ഒരു വീഡിയോ ആണ്. ചെറിയ വീഡിയോ ആയിരിക്കും. നേരത്തെ വീഡിയോയിൽ നമ്മൾ എന്തായാലും മൊബൈൽ അഴിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഇനി അതൊന്നും കാണിക്കുന്നില്ല. എങ്ങനെയാണ് പവർ ബട്ടണും വോളിയം ബട്ടണും ചേഞ്ച് ചെയ്യാന്ന് നമുക്ക് നോക്കാം. വളരെ വ്യൂസ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് കുറവായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് ആവശ്യക്കാർ കുറവായിരിക്കും. എന്നാലും 10 പേരാണെങ്കിൽ 10 പേര് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാണുന്നവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാൾ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഷോപ്പിംഗ് ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തേക്കാം. അതിൽ പോയി ജോയിൻ ചെയ്തേക്കുക. അപ്പൊ അധികമൊന്നും പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. നമ്മുടെ ഫോണിന്റെ പവർ സ്വിച്ചും വോളിയം സ്വിച്ചും എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ആദ്യം നമുക്ക് പറഞ്ഞ സ്പെയർ പാർട്സ് അതിന്റെ വോളിയം സ്വിച്ച് അൺബോക്സ് ചെയ്തില്ല. ആദ്യം അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് അതിന്റെ പാക്കിംഗ് കാര്യങ്ങളെല്ലാം. നേരത്തെ മേടിച്ചിരിക്കുന്ന സെയിം സൈറ്റിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അതിന്റെ ബോക്സ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഡെലിവറി പാർട്ട്ണറെ നമുക്ക് തിരഞ്ഞെടുക്കുക. ഡെലിവറി അല്ലെങ്കിൽ ഈ കാർട്ട് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഡെലിവറി ആര് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ പാർട്ട്ണറെ ചൂസ് ചെയ്യാൻ പറ്റും. പാക്കിംഗ് ഇവരിന്റെ കൊള്ളാം. നമ്മൾ രണ്ടാമത്തെ ഓർഡർ ആയല്ലോ. ഈ 2 ഓർഡറിലും നല്ല എന്താ പറയുക, നല്ല രീതിയിൽ വളരെ സെക്യൂർ ആയിട്ടാണ് ഇവർ എന്ത് സ്പെയർ പാർട്സ് ആയാലും അയക്കുന്നത്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒരു തെർമോക്കോളൊക്കെ വെച്ച് വളരെ സെക്യൂർ ആയിട്ട്. ഇതാണ് ഇതിന്റെ പവർ ബട്ടൺ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇതിനൊക്കെ ഏകദേശം ഒരു 200 രൂപ ലെവലിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതേപോലെ നമ്മുടെ വോളിയം സ്വിച്ച് ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് കിട്ടിയ വോളിയം സ്വിച്ചിൽ ചെറിയൊരു പണി അവർ തന്നിട്ടുണ്ട്. ഇതിൽ പ്രിന്റിങ് ഒരു സാധനം ഇല്ലാത്ത വെറും ഒരു ഡമ്മി പീസാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് ഓക്കെയാ, പവർ സ്വിച്ച് ഓക്കെയാ. നമുക്കപ്പോൾ പവർ സ്വിച്ച് ചേഞ്ച് ചെയ്യാം. ഇത് ഈ വീഡിയോയിലൂടെ കാണിക്കാം. എങ്ങനെ വോളിയം ചേഞ്ച് ചെയ്യാനും കൂടെ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഇത് ഞാൻ ചേഞ്ച് ചെയ്ത് കാണിക്കാം. ഇത് നമുക്ക് റിട്ടേൺ അയക്കണം. അതിന്റെ അപ്ഡേറ്റ് ഞാൻ പിന്നീട് തരാം. അപ്പോൾ മൊബൈലൊക്കെ നമ്മൾ നേരത്തെ അഴിച്ചു വെച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ അഴിക്കുന്നൊന്നും കാണിക്കുന്നില്ല. നേരത്തെ വീഡിയോയിൽ നേരൊക്കെയായിട്ട് നമ്മൾ അഴിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. വോളിയം കൺട്രോളും സംഭവമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ പാനലാണ് അയക്കേണ്ടത്. അത് നമ്മൾ അയച്ചിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം അയച്ചത് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പേപ്പർ എന്തിനു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പവർ സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഇതിങ്ങനെ ഇരുന്ന് ഷോർട്ട് ആയി കഴിഞ്ഞാൽ ബാറ്ററി തന്നെ ഡ്രൈ ആയി പോകും, ഈ പവർ സ്വിച്ച് ഷോർട്ട് ആയതിനാൽ. അപ്പൊ നമുക്ക് മെല്ലെ ഈ പാനലങ്ങ് ഇളക്കി മാറ്റാം. നമുക്ക് ഇതിന്റെ ബോർഡ് ഇതൊന്ന് വേർപെടുത്താം. ഇതിലെ കണക്ടറുകൾ ഓരോന്നായിട്ട് വിടിയിപ്പിക്കാം. ഇത് ബാറ്ററിൻ്റെയാണ്. അല്ല, ഈ പാനലിന് അവിടെ നിന്ന് മാറ്റി വെക്കാം. ഇതാണ് വോളിയത്തിന്റെ വരുന്നത്. ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം വോളിയത്തിന്റെ. ഇതാണ് വോളിയത്തിന്റെ, കണ്ടോ പോയിരിക്കുന്നത്. നമ്മൾ തൽക്കാലം വോളിയത്തിന്റെ മാറ്റുന്നില്ല. നമുക്ക് വോളിയത്തിന്റെ സ്ട്രിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ വരേണ്ടതാണ്. ഒട്ടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. എന്ത് ചെയ്യാനാ, ഇത് റോങ് ഐറ്റം ആണ് വന്നിട്ടുള്ളത്. നമുക്കിനി ഇത് മെല്ലെ പൊളിച്ചു കളയാം. പഴയതങ്ങ് പൊളിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ പുറകിലെ ആ ഷീറ്റ് ഇളക്കി മാറ്റിയിട്ട് ഇവിടെ ഒട്ടിക്കേണ്ടതേ ഉള്ളൂ. ഇളക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ഒട്ടിക്കാം. അത്രയും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ ഗം വരുന്നതും കൂടെ നമുക്ക് പൊളിച്ച് കളയാം. അതിനുശേഷം അത് നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതും കൂടെ കറക്റ്റായിട്ട് സീറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ പവറിന്റെ സ്വിച്ച് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു. ഈ വേറെ ഒന്നുമില്ല. വോളിയം സ്വിച്ച് മാറണമെന്നുണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ ഇത് പൊളിച്ച് കളഞ്ഞിട്ട് നേരെ ഇവിടെ ഒട്ടിക്കേണ്ട കേസ് മാത്രമേ ഉള്ളൂ. വലിയ റോക്കറ്റ് സയൻസിന്റെ കേസൊന്നും ഇല്ല ഇതിൽ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ബോർഡ് അതിൽ ഫിക്സ് ചെയ്യാം. ബോർഡ് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിന്റെ കണക്ടറുകൾ ഓരോന്നായിട്ട് കൊടുക്കാം. കണക്ടറുകൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം സ്വിച്ച് ഓക്കെ ആണോ എന്നറിയാൻ. സ്വിച്ച് വളരെ പക്കയാണ്, ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്രൂകളൊക്കെ ടൈറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വിജയകരമായിട്ട് നമ്മുടെ പവർ സ്വിച്ച് മാറ്റി. വോളിയം സ്വിച്ച് റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അത് റിട്ടേൺ എടുക്കാൻ വേണ്ടി ആള് വരും. എങ്കിലും നമുക്ക് വോളിയം സ്വിച്ച് ഒന്നും കുഴപ്പമില്ല. വോളിയം നേരത്തെ ഉള്ളതിൽ കുറയുന്നുണ്ട്, കാണാമെന്ന് തോന്നുന്നു. കൂട്ടണമെങ്കിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൂട്ടാന്ന് മാത്രം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രതീക്ഷിതത്തിൽ. അതേപോലെ പവർ സ്വിച്ച് ഇതാ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ടച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് ഇതേപോലെ പഴയ ഫോണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തം ചെയ്ത് പഠിക്കാം. വലിയ വില കൂടിയ ഫോണിലൊന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 വീഡിയോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടും കൂടി ആവശ്യമാണ്. ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമന്റായിട്ട് എഴുതുക. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഷോപ്പിംഗ് ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്തേക്കാം. അതിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫറിൽ പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത്രയും നേരം വീഡിയോ കണ്ടവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇതുപോലെ അടിപൊളി വിഷയങ്ങളുമായിട്ട് നമ്മൾ ഉടൻ അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ്. അടുത്ത ദിവസങ്ങളിൽ വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.